ഹായ് ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ദിവസം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. മെയ് 1 ലോക തൊഴിലാളി ദിനമാണ് ഇന്ന്. മൂന്നാം ലോക രാജ്യമായ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടി പ്രത്യേകമായി ഒരു ദിവസം. പക്ഷേ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഒരു തൊഴിലാളിയുടെ മനസ്സ് എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിലെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സമയമാണ് പണം കണ്ടെത്തുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് സമയം തന്നെയാണ്. അതിൽ നമുക്ക് ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് വരെ അധ്വാനിച്ചതുകൊണ്ട് മാത്രം ഒരു വ്യക്തിയും ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിയതായിട്ട് നമുക്ക് അറിയില്ല. അത് വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അധ്വാനത്തിലല്ല അദ്ദേഹം പണം സമ്പാദിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ലോക തൊഴിലാളി ദിനത്തിൽ ഒരു വ്യക്തി എടുക്കേണ്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് ഞാൻ തൊഴിലാളിയാണ് എന്ന ബോധത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ ഞാനും അതേ മൈൻഡ് സെറ്റിലൂടെ സഞ്ചരിച്ച ആളാണ്. 2-3 വർഷം മുമ്പേ പേൾവെയിൻ ഇൻ്റർനാഷണലിലേക്ക് വരുന്നതിന് മുമ്പ് നന്നായി അധ്വാനിക്കുകയും പണം സമ്പാദിക്കുകയൊക്കെ ചെയ്തിരുന്ന ആളാണ്. പക്ഷേ ഒരു ഘട്ടമെത്തിയപ്പോൾ നമ്മുടെ കയ്യിലേക്ക് വരുന്ന പണത്തിൻ്റെ തോത് വളരെ കുറവാണെന്നും നമ്മുടെ ജീവിത നിലവാരം മാറുന്നതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം പ്രയാസകരമാവും എന്ന ബോധ്യത്തിൽ നിന്നാണ് ഇങ്ങനൊരു പ്രൊജക്റ്റിൽ ഞാൻ വിശ്വസിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? ഇന്ന് ഞാനൊരു യാത്രയിലാണ്. യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു ബിസിനസ് ക്ലോസിംഗ് ആണ്. ഏർലി ബേർഡ് റിവാർഡ് ഓഫറുമായി നമ്മുടെ ഒരു പ്രിയപ്പെട്ട അസോസിയേറ്റ് ഒരു 15 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം എടുക്കുന്നതിൻ്റെ പിന്നിലുള്ളൊരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു മാസം ഒരു 1.5 ലക്ഷം രൂപയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫാമിലി ബഡ്ജറ്റിന് ആവശ്യമാണ് എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ്. ഇന്ന് നിലവിൽ നമുക്ക് അത്തരത്തിലൊരു വരുമാനം കണ്ടെത്താൻ കഴിയുന്ന ഒരു മേഖല വളരെ ചുരുക്കമാണ്. ഒരു നല്ലൊരു ഗവൺമെൻറ് എംപ്ലോയിക്ക് മാത്രമാണ് മന്ത്ലി 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ നമുക്കിവിടെ വരുമാനം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇവിടെ പേൾവെയിൻ കാണിച്ചു തരുന്ന 1-2 വളരെ പ്രധാനപ്പെട്ട അവസരങ്ങളിലൂടെ ഏതൊരു വ്യക്തിക്കും ഈ 1.5 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളായിട്ട് നേടാൻ കഴിയുന്ന ഒന്നാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ബിസിനസ്സിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ കോമ്പൗണ്ടിങ് ചെയ്യാം. നമുക്ക് നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ വീണ്ടും ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വരുമാനം വർദ്ധിക്കാം. അതിനേക്കാൾ വേഗത്തിലാണ് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് പണം കണ്ടെത്താനുള്ള ഒരു മാർഗമായി ഏർലി ബേർഡ് റിവാർഡ് ഓഫർ സിസ്റ്റം നമുക്ക് അവതരിപ്പിച്ചു തരുന്നത്. ഇവിടെ എൻ്റെ 1-2 വീഡിയോകളിൽ നിങ്ങളെല്ലാവരും കൃത്യമായി കണ്ടു കാണും. നമ്മുടെ വരുമാനം എത്ര വേണമെന്ന് തീരുമാനിക്കാനുള്ളൊരു പവർ, റിസ്ക് എടുക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് വരാൻ കഴിയും എന്നുള്ളതാണ്. 1.5 ലക്ഷം രൂപ, ഒരു 15 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് 2 പേരെ നമ്മുടെ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റത്തിലേക്ക് പരിചയപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്നും റെഫറൽ വരുമാനം വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ആ വരുമാനം കണ്ടെത്താം. ഇങ്ങനെ തുടർച്ചയായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കിടക്കുന്നത്. പേൾവെയിനെ സംബന്ധിച്ച് കേരളത്തിലൊരു തരംഗമായിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു അവിശ്വസിക്കേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുമായി ഒരു ദിവസം സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് നമുക്കറിയാം, നമുക്ക് ചുറ്റും ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഫിനാൻഷ്യൽ മേഖലയിൽ നടക്കുന്നു. തകർച്ചകളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കഥകൾ കേൾക്കുന്നത്. പണം നമ്മളൊക്കെ കൈകാര്യം ചെയ്യുന്നത് വളരെ ഭയത്തോടു കൂടിയാണ്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്.
സംഭവിക്കുക. 75-80% ആളുകളെ സംബന്ധിച്ചും അവരുടെ കയ്യിലേക്ക് ഇന്ന് പണം വരുന്നത് അവരുടെ കായിക ശേഷി ഉപയോഗിച്ചുകൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുമാണ്. പക്ഷേ പണത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും അയാൾക്ക് പണത്തെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നമുക്കറിയാം, ലോകത്തിൽ അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം ആളുകളും കടന്നു പോകുന്നൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് കടം എന്ന് പറയുന്ന ആ പ്രോസസ്സിലൂടെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് കടത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയാത്തത്? ആ കടത്തിനെക്കുറിച്ച് ആ വ്യക്തി വ്യക്തമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമുക്കറിയാം, ഒരു കുട്ടി ഒരു പരീക്ഷയെ നേരിടുന്നത് എങ്ങനെയാണ്? ഒരു വിഷയത്തെ ആ കുട്ടി കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ആ കുട്ടി ആ ഒരു വിഷയത്തിൽ മാർക്ക് നേടുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം അതെന്തുകൊണ്ട് സംഭവിച്ചു, ഇനി ആ സംഭവത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കടക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു വ്യക്തി കൃത്യമായി പഠിക്കാത്ത കാലത്തോളം അദ്ദേഹത്തിന് ഒരിക്കലും ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഞാനും ഒരു സാധാരണക്കാരനാണ്. എന്നും പറയാറുള്ളത് പോലെ എനിക്കും ഈ പറയുന്ന ഒരുപാട് ബാധ്യതകളിലൂടെ സഞ്ചരിച്ച ആളുകളാണ്. പണം കണ്ടെത്താനുള്ള വിവിധ മാർഗങ്ങൾ പരീക്ഷിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ 2 വർഷം വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും അത്തരത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ്. നിങ്ങൾക്കും അതിൻ്റെ പാർട്ടായി മാറാം. ആ പാർട്ടായി മാറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ലേബർ മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾ അത് ഈ നിമിഷം മുതൽ ഒഴിവാക്കി നിങ്ങളൊരു ബിസിനസ്സുകാരൻ്റെ മൈൻഡ് സെറ്റിലേക്ക് എത്താനുള്ള പ്രാഥമിക കാര്യങ്ങൾ കൃത്യമായി ചെയ്തിരിക്കണം. അതിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പ്രോഗ്രാമുമായി സഹകരിക്കണം, ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവണം. അങ്ങനെ തയ്യാറാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾക്ക് എത്രയാണ് പണം വേണ്ടത് നിങ്ങളത് തീരുമാനിക്കുക. നിങ്ങൾ കൃത്യമായി അതിനൊരു ടൈം ടേബിൾ തയ്യാറാക്കി തീരുമാനിച്ച് മുന്നിട്ടിറങ്ങിയാൽ 6 മാസം കൊണ്ട് പേൾവെയിൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ കഴിയും. അതിന് സഹായിക്കാൻ കഴിയുന്ന വലിയൊരു ഗ്രൂപ്പ് ഓഫ് ടീം ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ പേൾവെയിൻ ഇന്റർനാഷണൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നു എന്ന്. ഓക്കെ, ഞാനൊരു യാത്രയിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അതിനിടയിൽ ചെയ്യുന്ന ചെറിയൊരു വീഡിയോയാണ്. ഞാനൊരു യൂട്യൂബറോ വളരെ ക്ലാരിറ്റിയോടുകൂടി വീഡിയോ ചെയ്യുന്ന ഒരാളല്ല എന്ന് എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾക്കറിയാം. പക്ഷെ ഞാൻ പറയുന്നൊരു കണ്ടന്റ് എന്ന് പറയുന്നത് ഏറ്റവും ലോകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എത്തുന്ന പണം തന്നെയാണ് എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ആ ഒരു വിശ്വാസമുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഉടൻ കോൺടാക്റ്റ് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഈ വീഡിയോ ആരെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഷാജി, കണ്ണൂർ. താങ്ക് യു.